പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിന് സമാപന സമ്മേളനത്തോടെ തിരുവനന്തപുരത്ത് സമാപനം. പുത്തരിക്കണ്ട മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ അണിനിരന്നത് ലക്ഷങ്ങളാണ്. LDF വരും, എല്ലാം ശരിയാകുമെന്ന ചൊല്ല് അന്വർത്ഥമായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പുത്തരിക്കണ്ടം മൈതാനത്തെ ജനസാഗരത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്ന വാഹനത്തിലെത്തിയതോടെ ആവേശം അലതല്ലി. തുടർന്ന് സർക്കാരിന്റെ നേട്ടം എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം. 2016 1000 സ്കൂൾ അടച്ചുപൂട്ടാനാണ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നെങ്കിൽ എത്രയോ 1000 അടഞ്ഞുപോയിട്ടുണ്ടാകുമായിരുന്നു. 5 ലക്ഷത്തിന് പകരം നിരവധി ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയിട്ടുണ്ടാകുമായിരുന്നു. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗമാകെ തകർന്ന നിലയിലായിട്ടുണ്ടാകുമായിരുന്നു. അതിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയെ രക്ഷിക്കാൻ കഴിഞ്ഞത് LDF സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ടും ആ സർക്കാരിനെ 2021 തുടർച്ച ഉണ്ടായതുകൊണ്ടുമാണ്. LDF വരും, എല്ലാം ശരിയാകുമെന്ന ചൊല്ല് അന്വർത്ഥമായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 2016 നാട്ടുകാർ ചൊല്ലിയൊരു ചൊല്ലുണ്ടായിരുന്നു. അത് LDF വരും, എല്ലാം ശരിയാകുമെന്നായിരുന്നു. ആ ചൊല്ല് തീർത്തും അന്വർത്ഥമായി എന്നതാണ് ഈ സംഭവങ്ങളെല്ലാം കാണിക്കുന്നത്. ദേശീയപാത നിർമ്മാണത്തിലുണ്ടായ സാങ്കേതിക തകരാർ നാഷണൽ ഹൈവേ അതോറിറ്റി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിൻ്റെ എന്തോ വീഴ്ചയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം നടന്നു. ആ ശ്രമം കേരളത്തിൽ LDFനെ എതിർക്കുന്ന 2 കൂട്ടരും UDFും BJPയുടെ ചില ആളുകളും ഒരേപോലെ നടത്തുന്നതായി നാം കാണുന്നുണ്ട്. എത്ര പരിഹാസ്യമായ നിലയാണെന്ന് നോക്കണം. ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അത് ഞങ്ങൾ എപ്പോഴും തല ഉയർത്തി തന്നെ പറയും. ഈ കേരളത്തിൽ മുടങ്ങിക്കിടന്ന, ഇവിടെ യാഥാർത്ഥ്യമാകില്ല എന്ന് കരുതിയ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകും എന്ന നില LDF സർക്കാരിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൊതുയോഗത്തിൽ മന്ത്രി K രാജൻ അധ്യക്ഷനായി. മന്ത്രിമാരും തലസ്ഥാന ജില്ലയിലെ MLA മാരും ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.